ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീതയിലെ ധ്യാനയോഗം എന്ന അധ്യായത്തിലെ 36-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇവിടെ 37-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാനോട് അർജുനൻ ചോദിക്കുകയാണ്, അയതി ശ്രദ്ധയോപേതോ യോഗാചലിതമാനസ അപ്രാപ്യ യോഗസംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. അപ്പോൾ ഈ 37-ാമത്തെ ശ്ലോകത്തിന് മുൻപ് അർജുനനുണ്ടായ സംശയം നമുക്കറിയാം. മനസ്സ് സ്ഥിരമായിട്ട് നിൽക്കാത്തത് കൊണ്ട് യോഗത്തെ പ്രാപിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ 2 ഉപായങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒന്ന് അഭ്യാസം, 2 വൈരാഗ്യം. അഭ്യാസത്തിലൂടെയും വൈരാഗ്യത്തിലൂടെയും, നിരന്തരമായ അഭ്യാസത്തിലൂടെയും വൈരാഗ്യത്തിലൂടെയും മനസ്സിനെ പതിയെ പതിയെ നിയന്ത്രിച്ച് വശത്താക്കുവാൻ സാധിക്കും. അങ്ങനെ വശത്താക്കിയാൽ ഏതൊരുവനും യോഗസിദ്ധി പ്രാപിക്കുക തന്നെ ചെയ്യും, യോഗത്തെ പ്രാപിക്കുവാൻ സാധിക്കും. അത് കേട്ടതിന് ശേഷമാണ് അർജുനൻ്റെ അടുത്ത ചോദ്യം. സ്വാഭാവികമായിട്ട് എന്ത് പറഞ്ഞാലും സംശയം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെയൊക്കെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും അർജുനന്മാരാണ് എന്ന് പറയുന്നത്. ഇവിടെ അർജുനൻ ചോദിക്കുന്നു, ശ്രദ്ധയാ ഉപേത, ശ്രദ്ധയോടുകൂടിയവൻ. ശ്രദ്ധയോടുകൂടിയവൻ എന്ന് പറയുമ്പോൾ ആ ശ്രദ്ധ എന്ന വാക്കിനെ മറ്റൊരു വിധത്തിലും പറയാം, ഭക്തി. ഭക്തി എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണ സമർപ്പണം. നമ്മളൊരു കർമ്മം ചെയ്യുന്ന സമയത്ത് ആ കർമ്മത്തിൽ പൂർണ്ണമായി ലയിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തെയും ഒക്കെ പരിപൂർണമായി ആ പ്രവൃത്തിയിൽ സമർപ്പിച്ചുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്താണ് സ്വാഭാവികമായിട്ട് അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. സമ്പൂർണ്ണ സമർപ്പണമാണ്, സർവാംഗീണ സമർപ്പണ ഭാവം. അതാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധയെ ഭക്തി എന്നും പറയാം. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല. ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ. ഭക്തി ഉണ്ടായാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. കാരണം യഥാർത്ഥ ജ്ഞാനത്തിലൂടെയാണ് ഭക്തി സംഭവിക്കുന്നത്. ശരിയായ ജ്ഞാനം, പരമമായിട്ടുള്ള അറിവ്, ആ അറിവിനെ പ്രാപിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഭക്തി നമ്മളെ വാരിപ്പുണരും. ഭക്തി ഇങ്ങോട്ട് വരും. ഭക്തി നമ്മളിൽ നിന്ന് സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ ശ്രദ്ധയോടുകൂടിയവൻ അല്ലെങ്കിൽ ഭക്തിയോടുകൂടിയവൻ അപ്രാപ്യ യോഗസംസിദ്ധിം, യോഗസിദ്ധിയെ പ്രാപിക്കാതെ അല്ലെങ്കിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാതെ യോഗാചലിത, യോഗത്തിൽ നിന്ന് വ്യതിചലിച്ചവനായിട്ട് വഴിതെറ്റിപ്പോയവൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ യോഗത്തിൽ നിന്ന് വ്യതിചലിച്ചവനായാൽ അങ്ങനെയുള്ളവൻ ഏത് ഗതിയെ പ്രാപിക്കും എന്നാണ് ചോദ്യം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്, മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്.
നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശുഭ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, ഈശ്വരീയമായിട്ടുള്ള അവസ്ഥയെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശുഭമായ ഒരു കാര്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, അത് ശുഭമാർഗത്തിലൂടെ തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. ആ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും വിധത്തിൽ ആ ശുഭമായ ലക്ഷ്യത്തെ പ്രാപിക്കാതെ വന്നാൽ അയാൾ എങ്ങനെയായി തീരും? അയാളുടെ ഗതി എന്താവും? ശബരിമലയ്ക്ക് മാലയിട്ടു. ചിലപ്പോൾ കുട്ടികളായിരിക്കാം. ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് മറ്റു കുട്ടികളുമായിട്ട് കളിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ മാല പൊട്ടിപ്പോകാം. ആറ്റിലോ തോട്ടിലോ കുളത്തിലോ ഒക്കെ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് മാല ഊരിപ്പോകാം, നഷ്ടപ്പെടാം. അങ്ങനെ സംഭവിച്ചാൽ എന്ത് പ്രശ്നം? അയ്യോ, എന്തോ വലിയൊരു പ്രശ്നം വരാൻ പോവുകയാണ്, വലിയൊരു അപകടം വരാൻ പോവുകയാണ്, എന്തോ വലിയൊരു പ്രശ്നം വരാൻ പോവുകയാണ്. ഇപ്പോൾ മാല നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും? പുതിയ മാല വാങ്ങി ഒന്നുകൂടി ശരണം വിളിച്ച് മാലയിടും. അത്രയേ ഉള്ളൂ. അത് ചെയ്താൽ മതി. മാലയിലല്ലല്ലോ, മാലയിടുന്നു എന്ന് അത് ഒരു അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നു എങ്കിലും മാലയിലല്ലല്ലോ, മനസ്സിലല്ലേ പ്രധാനം. അയാൾ ഈശ്വരീയമായ സമർപ്പണത്തോടുകൂടി ഈശ്വരീയമായ തലത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടോ? അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം ഇത്യാദിയുള്ള കാര്യങ്ങൾ, സന്തോഷം, ശുചിത്വം, സ്വാധ്യായം, തപസ്, ഈശ്വരപ്രണിധാനം ഇത്യാദിയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അയാൾ തൻ്റെ ജീവിതത്തിൽ നിഷ്ഠാപൂർവം പാലിക്കുന്നുണ്ടോ? അങ്ങനെ പാലിക്കുന്നുണ്ട് എങ്കിൽ മാല ഊരിപ്പോയാൽ എന്താ പ്രശ്നം? മാല പൊട്ടിപ്പോയാൽ എന്താ പ്രശ്നം? മാലയിലല്ലല്ലോ, ഇതല്ല. മറിച്ച് ഈ മാല പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്, എന്തോ അപകടം വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരിടത്ത് പോയപ്പോൾ ഒരു നിലവിളക്ക് 5 തിരിയിട്ട് കത്തിക്കുമ്പോൾ 2-3 പേര് തമ്മിൽ തർക്കമാണ്. അതങ്ങോട്ട് ഇടാൻ പാടില്ല, അത് ഇങ്ങോട്ട് ഇടാൻ പാടില്ല, അങ്ങനെ ഇടാൻ പാടുള്ളൂ, ഇങ്ങനെ ഇടാൻ പാടുള്ളൂ, നിങ്ങൾ ചെയ്ത് ശരിയായില്ല, നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾക്കറിയില്ല. ആകെ ഒരു ശുഭമായിട്ടുള്ള കാര്യം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു വിളക്ക് കത്തിക്കുമ്പോൾ അവിടെ അശുഭമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. മനസ്സിനെ ഏകോപിപ്പിക്കുവാൻ, എല്ലാ വരുന്ന ആളുകളുടെ മനസ്സിനെ പരസ്പരം ഏകോപിപ്പിച്ചുകൊണ്ട് ഒന്നായിത്തീരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ തക്ക വിധത്തിൽ ഒരു കർമ്മം അവിടെ ചെയ്യുമ്പോൾ അവിടെ ആ കർമ്മത്തിൽ നിന്ന് തന്നെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് തിരിയിട്ടാൽ എന്താ കുഴപ്പം? തിരിയിട്ട് കത്തിക്കുന്നത് ദീപമല്ലേ അതിൽ നിന്ന് പ്രകാശിക്കുന്നത്. ആ പ്രകാശം നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കില്ലേ? ഹൃദയത്തെ പ്രകാശിപ്പിക്കുമ്പോൾ ശരീരം മുഴുവൻ പ്രകാശപൂരിതമാകില്ലേ? ശരീരം മുഴുവൻ പ്രകാശപൂരിതമാകുമ്പോൾ മനസ്സ് ശാന്തമാവില്ലേ? അതിനു വേണ്ടിയല്ലേ വിളക്ക് കത്തിക്കുന്നത്? അതിലാണോ ഈശ്വരൻ ഇരിക്കുന്നത്? അല്ല. ആ വിളക്ക് കാണുന്ന സമയത്ത്, നമ്മുടെ നേത്രങ്ങളിലൂടെ കാണുന്ന സമയത്ത് നമുക്ക് അവാച്യമായിട്ടുള്ള ഒരു ആനന്ദ അനുഭൂതി ഹൃദയാന്തർഭാഗത്ത് നിന്ന് ഉണ്ടാവണം. പുറത്ത് കത്തിക്കുന്ന ദീപം ഉള്ളിൽ പ്രകാശിക്കണം. പ്രകാശിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നന്മ ഉണ്ടാവും. ഇതിനു വേണ്ടിയാണ് വിളക്ക് കത്തിക്കുന്നത്. അത് കിഴക്കോട്ടിട്ടാലെന്താ, വടക്കോട്ടിട്ടാലെന്താ, തെക്കോട്ടിട്ടാലെന്താ, എന്താ കുഴപ്പം? ഇനി 5 തിരിയാലെന്താ, 4 തിരിയാലെന്താ, 3 തിരിയാലെന്താ, 2 തിരിയായാലെന്താ, 1 തിരിയായാലെന്താ, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇതൊക്കെ പിന്നെ ഒരു സിസ്റ്റമുണ്ട്. ഒരു സിസ്റ്റം ആചാര്യന്മാർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തെ പാലിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൽ. ഇനി ഒരാൾ ഒരു വിളക്ക് കത്തിച്ചു. വിളക്ക് കത്തിച്ച സമയത്ത് കാറ്റടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വിളക്കണഞ്ഞു പോയി.
ഇനി അയാൾക്ക് ഉണ്ടാവേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല. അയാൾ വൃത്തിയില്ല, മനഃശുദ്ധിയില്ല, അയാളെന്തോ കുഴപ്പം ചെയ്തിട്ട് വന്നതുകൊണ്ടാണ് അയാൾക്ക് ആ വിളക്കണഞ്ഞു പോയത്. അയാളെന്ത് ചെയ്തു? ഒരു ദീപം കത്തിച്ചു വെച്ചു എന്ന ഏറ്റവും ശ്രേഷ്ഠമായൊരു കർമ്മം അയാൾ ചെയ്തു. അത്രേ ചെയ്തുള്ളൂ. ഒരു കുഴപ്പവും കാണിച്ചില്ല. പക്ഷേ അയാളവിടെ കുറ്റാരോപിതനായി അങ്ങനെ നിൽക്കുകയാണ്. മറ്റുള്ളവരെല്ലാം കുറ്റപ്പെടുത്തുകയാണ്. എന്നാൽ വിളക്ക് വെച്ചു, വിളക്ക് കത്തിച്ചു, കാറ്റടിച്ചു, വിളക്കണഞ്ഞു, വേറെ ഒരു വിളക്ക് ഒരു തിരി ആ തിരി ഒന്നുകൂടെ കത്തിച്ചു വയ്ക്കുക, അവിടെ പ്രശ്നം തീർന്നില്ലേ? സനാതന ധർമ്മികൾക്ക് വലിയ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഉള്ള അന്തരീക്ഷത്തെ കൂടി ഇല്ലാണ്ടാക്കി കളയുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതുപോലെയാണ് അർജുനൻ ഇവിടെ ഭഗവാനോട് ചോദിക്കുന്നത്. യോഗസിദ്ധിയെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ വൈരാഗ്യത്തോടുകൂടിയും അഭ്യാസത്തോടുകൂടിയും അങ്ങനെയുള്ള 2 മാർഗങ്ങളിലൂടെ ക്രമബദ്ധമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും വിധത്തിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാതെ യോഗത്തിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ടാൽ അയാൾ ഏത് ഗതിയെ പ്രാപിക്കും? വലിയ ഭയപ്പാടോടുകൂടിയാണ്. ഇതിലേക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്, വലിയ എന്തോ കുഴപ്പമാണ്. 20 ദിവസം ശബരിമലയ്ക്ക് മാലയിട്ടു. അടുത്ത ദിവസം വീട്ടിൽ ആരോ മരിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും വാലായ്മയോ എന്തെങ്കിലും ഉണ്ടായി. ആ വർഷം ശബരിമലയ്ക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വന്നു. വലിയ പ്രശ്നമാണ്, എന്തോ കുഴപ്പമാണ്, അതുകൊണ്ടാണ് മാല ഊരേണ്ടി വന്നത്. പക്ഷേ 20 ദിവസം ആ വ്രതവും സംശുദ്ധമായ മനസ്സുമൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ റിസൾട്ട് നന്മയോടുകൂടി നമുക്ക് കിട്ടില്ലേ? അത് 20 ദിവസം ആയാലും അത് കിട്ടില്ലേ? നന്മയല്ലേ അതിൽ നിന്നുണ്ടാവുള്ളൂ. അവിടെ ആരും ചിന്തിക്കണില്ല. എന്തോ കുഴപ്പം വരാൻ പോകണമെന്നാണ്. എല്ലാത്തിനോടും ഒരു ഭയമാണ്. ഈശ്വരൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ പേടിപ്പെടുത്തുന്ന അവസ്ഥയിലാണ് കാണുന്നത്. ഇതൊക്കെ നമ്മുടെ വലിയ പോരായ്മകളാണ്. അതുപോലെ തന്നെയാണ് ഈ അർജുനൻ ഈ ചോദ്യം ഇവിടെ ഭഗവാനോട് ഉന്നയിക്കുന്നത്. നമസ്തേ.